ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ അതാ നമ്മൾ കുറച്ച് മാഗസിൻ പേപ്പറും അതുപോലെ തന്നെ പെർഫ്യൂം ബോട്ടിലും ഇതേപോലത്തെ പ്രിൻറ്റഡ് പേപ്പറൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കുള്ള ഡെക്കോ പേജ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. പൈസ ഒന്നും ചിലവില്ലാതെ ഇതേപോലത്തെ പേപ്പർ എടുക്കുക, എന്നിട്ട് അതിൻ്റെ ബാക്കിൽ ഇതാ ഇതേപോലെ സെല്ലോ ടൈപ്പ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് പ്രിൻറ്റഡ് പേപ്പറും മാഗസിൻ പേപ്പറും ആണെങ്കിൽ ഇതാ ഇതേപോലെ ചെയ്യുക കേട്ടോ. ആദ്യമേ ഇതാ ഇങ്ങനെ ഒരു സെല്ലോ ടൈപ്പോ അല്ലെങ്കിൽ മാസ്കിംഗ് ടൈപ്പോ ഏതാണെങ്കിലും ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അത് നമ്മളിതാ ഇങ്ങനെ പതുക്കെ വലിച്ചെടുക്കുക കേട്ടോ. വളരെ പതുക്കെ വേണം നമ്മൾ വലിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് കീറിപ്പോവും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. ഡെയിലി നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ പതുക്കെ വലിച്ചെടുക്കുക കേട്ടോ. വളരെ പതുക്കെ തന്നെ വേണം നമ്മൾ വലിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പേപ്പർ കീറിപ്പോവും. അപ്പോൾ നമ്മൾ കീറി പോവാതെ പതുക്കെ വളരെ പതുക്കത ഇതേപോലെ ഇങ്ങനെ വലിച്ച് എടുക്കുക കേട്ടോ. മുകളിലത്തെ ഭാഗം ഒട്ടും കീറരുത്. കണ്ടോ, ഇതേപോലെ വലിക്കുമ്പോൾ ഒരു പീസ് ഒരു ലെയർ നമ്മുടെ സെല്ലോ ടൈപ്പ് ഇങ്ങനെ ഒട്ടി പിടിക്കുന്നത് കണ്ടോ. ഇനി എന്താ നമ്മൾ ഇതേപോലെ തന്നെ കുറച്ചധികം ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പുറത്ത് ഇത് വിസിബിളായിട്ട് വരും അല്ലേ. നല്ല ഭംഗിയായിട്ട് കറക്റ്റായിട്ട് വിസിബിൾ ആവുന്ന വരെ നമ്മളിത് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ ഒട്ടിച്ച സെല്ലോ ടൈപ്പ് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതേപോലത്തെ ബോക്സാണ് ചെയ്യുന്നതെങ്കിൽ ഡിഫറെൻ്റ് ആണ്. മാഗസിൻ പേപ്പർ ആണെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് സെല്ലോ ടൈപ്പ് പുതിയത് എടുത്തിട്ട് വീണ്ടും ചെയ്യുന്നുണ്ട്. ആ ഒരു സൈഡിൽ കുറച്ച് കട്ടി കൂടുതൽ തോന്നി. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഒട്ടൽ മതിയെങ്കിൽ ഒരു വിധം വിസിബിളായി തുടങ്ങിയാൽ പിന്നെ തന്നെ ഒട്ടിച്ചാൽ മതി കേട്ടോ. ഇതാ ഇപ്പോൾ ഏകദേശം നമ്മുടെ ശരിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് എക്സ്ട്രാ ഇട്ടിട്ട് നമ്മളതങ്ങ് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അതാ നമ്മുടെ ഒരു ടിഷ്യൂ പേപ്പർ ശരിയായിട്ടുണ്ട്, ഡെക്കോ പേജ് ടിഷ്യൂ. ഇനി ഇതാ ഈ ബോക്സ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് വ്യത്യാസമുണ്ട്. ഇങ്ങനത്തെ ബോക്സസ് ഒക്കെ ആകുമ്പോൾ കുറച്ച് കട്ടിയുള്ള സംഭവമാണല്ലേ ബോക്സസ് പറഞ്ഞാൽ. അപ്പോൾ അതൊന്ന് ആ ഒരു പിക്ചർ ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ആ ബോക്സിൽ ആദ്യം നമുക്ക് വേണ്ടത് ഏതാണ്, ലെറ്റേഴ്സ് ആണോ പിക്ചേഴ്സ് ആണോ എന്താണ് നമുക്ക് വേണ്ടതെങ്കിൽ അത് ആ ഒരു പോർഷൻ നമ്മൾ എക്സ്ട്രാ വിട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കറക്റ്റ് പിക്ചറായിട്ട് കട്ട് ചെയ്തെടുക്കരുത്, കുറച്ച് ഭാഗം എക്സ്ട്രാ വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഇതാ ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ ഇതിങ്ങനെ ഒരു ലെയറായിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലെ ലെയർ പോലെ ഇങ്ങനെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതേപോലെ നമ്മളിങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ പറിച്ചെടുക്കുക. ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് വലിച്ചെടുക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ മുകളിലത്തെ കീറി പോവാതെ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള പരിപാടി കേട്ടോ. ഓക്കെ, ഒരുപാട് തിന്നാണെങ്കിൽ നമുക്ക് ആദ്യം ചെയ്ത ആ ഒരു മെത്തേഡ് ചെയ്യാം. കുറച്ച് കട്ടി ബോക്സസൊക്കെ എന്തായാലും ഒരു കട്ടി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ചെയ്യുക. എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ നേരത്തെ അതേ മെത്തേഡ് സെല്ലോ ടൈപ്പ് ഇതേപോലെ 2-3-4 പ്രാവശ്യം ബാക്ക് സൈഡിൽ ഒട്ടിച്ച് വലിച്ചെടുക്കുക കേട്ടോ. ആദ്യത്തെ ഒട്ടിച്ച് വലിച്ചെടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. പിന്നെയും അത് തന്നെയാണ് ഞാൻ കുറേ പ്രാവശ്യം സ്റ്റിക്കിങ് പോകുന്ന വരെ വലിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒട്ടി നന്നായിട്ട് വലിച്ച് ആ ഒരു ഫ്രണ്ടിൽ വരുന്നവരെ ഇതും അതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഇനി ഇതൊക്കെ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. നമ്മളിതാ ഈ ഒരു സംഭവം എടുക്കുക. നമ്മൾ സാധാരണ ടിഷ്യൂ ഡെക്കോ പേജ് ചെയ്യുന്ന പോലെ ഇതേപോലെ നനച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. വെള്ളം കൊണ്ട് നനച്ചു കൊടുക്കുക. ഒരിക്കലും കട്ട് ചെയ്ത് നമ്മൾ ഡെക്കോ പേജ് ടിഷ്യൂ വെക്കരുത്. ഇതേപോലെ നനച്ച് ഒരു ബ്രഷ് കൊണ്ട് ഒരു സൈഡ് ഇങ്ങനെ നനച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വതുക്കെ ഇങ്ങനെ പിച്ചി കൊടുക്കുക. അപ്പോൾ എന്നാലാണ് കറക്റ്റ് നമ്മളൊരു വരച്ചൊക്കെ എഫക്റ്റ് കിട്ടുന്നില്ലേ, ആ ഒരു ഭംഗിയുള്ള എഫക്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ കൈകൊണ്ട് വലിച്ചു കൊടുത്തിട്ട് ഒരു ബോട്ടിലിൽ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ നമ്മൾ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് പെയിൻ്റ് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു വരച്ചൊരു എഫക്റ്റ് തന്നെ കിട്ടും കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ ഡെക്കോ പേജ് ടിഷ്യൂസിനൊക്കെ ഇപ്പോൾ ഭയങ്കര റേറ്റൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് റേറ്റ് ഒന്നും കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഡെക്കോ പേജ് ടിഷ്യൂ ഉണ്ടാക്കി നമുക്ക് ഡെക്കോർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരെണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ട്. അടുത്തും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു ക്രാഫ്റ്റ് വരുന്നുണ്ട് ഡെക്കോ പേജിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡെക്കോ പേജ് എല്ലാവരും റെഡിയാക്കി വെക്കുക കേട്ടോ. അടുത്ത ഒരു അടിപൊളി ക്രാഫ്റ്റ് ഡെക്കോ പേജ് വെച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഡെക്കോ പേജ് ടിഷ്യൂ ഇല്ലെന്ന് ആരും പറയരുതല്ലോ. അപ്പോൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ബോട്ടിലായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മോഡ് പോജും കൂടെ ഇതിനെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വേറെ ഒരെണ്ണം മറ്റേത് ഇതേപോലെ ഒരു റൗണ്ടിലാണ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട്? എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വളരെ ഈസിയല്ലേ ചെയ്തെടുക്കാനായിട്ട്, കുറച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല, പൈസ ചിലവുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. നിങ്ങൾ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ വീണ്ടും വരുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു.